ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗൗതമിൻ്റെയും നിധിയുടെയും ബാക്കി ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ പാറു പിന്നാലെ നടന്ന് കെഞ്ചി പറയുന്നുണ്ട് കേട്ടോ, ഗൗതമിൻ്റെ അടുത്ത് പോവരുത് എന്നുള്ളത്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഞാൻ അല്ലല്ലോ അമ്മയുടെ സ്വന്തം മക്കളില്ലേ അമ്മയ്ക്ക്, പിന്നെ എന്തിനാ പാറു വിഷമിക്കണേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം കുറേ പറഞ്ഞിട്ടും സമ്മതിക്കാണ്ട് ഇപ്പോൾ പാറു പറയുന്നത് വാ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയേണ്ടത് എന്താ അമ്മ പറയണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇവനാണ് എൻ്റെ ലോകം തന്നെ. അപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവനെ മരണവരെ കണ്ടിട്ട് ജീവിക്കാമല്ലോ, വാ നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് പാറു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, അമ്മ എന്തായി പാറു എന്തായി പറയണത്, ഇനി ഇത്ര നാളെനിക്ക് ദത്തുമോനായിട്ട് വന്നു എന്നൊരു പേരുദോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ പോകുമ്പോൾ എൻ്റെ അമ്മേനെയും കൂടി കൊണ്ടുപോയി എന്ന് പ്രണവും യാമിനെയും കൊണ്ട് പറയിപ്പിക്കണോ അമ്മ ഞാനില്ല എന്നങ്ങോട്ട് വിചാരിച്ച് പോരെ അമ്മയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഇവർ രണ്ടുപേരും ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി എന്നൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാറു കാല് പിടിക്കണ പോലെ പറയുന്നുണ്ട്. പുറത്തേക്ക് വന്നിട്ടാണ് കേട്ടോ പറയുന്നത്, ഇവരുടെ പിന്നാലെ ഓടി വന്നിട്ട്. പക്ഷേ എന്നിട്ടും ഗൗതം കൂട്ടാക്കണില്ല, ഗൗതം പൂ തന്നെയാണ്. അപ്പോൾ നിധിക്ക് സങ്കടം വന്നിട്ട് നിധി ഇടയ്ക്ക് വന്നിട്ട് പാറുവിനെ കെട്ടിപ്പിടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നിധി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് നിധിനെ വിലക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടും സമ്മതിക്കാതെ പാറുവിനെ മൈൻഡ് ചെയ്യാണ്ട് രണ്ടുപേരും പോവുകയാണ് കേട്ടോ. നിധി പിടിച്ച് വലിച്ചിട്ടെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഗൗതം പോകുന്നത്, നല്ല സ്പീഡിൽ നടന്നു പോവാണ്. അപ്പോൾ പാറു അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ വസുന്ധരാൻ്റെ ഹാളിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവാനി ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തിലാണ് ശിവാനി പോയ ഇതിൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആൻറ്റീനെ ആശ്വസിപ്പിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ചോദിക്കും, കണ്ടില്ലേ നീ നടന്നൊക്കെ കണ്ടതല്ലേ, എൻ്റെ മോൻ അവസാനം എന്നെ കൊലപാതകി എന്ന് പറഞ്ഞിട്ടാണ് പോയത്, എന്ത് പറഞ്ഞിട്ട് അവൻ മനസ്സിലാക്കണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, ഇത്ര നാൾ വളർത്തിയിട്ട് ഗൗതം കാണിച്ചത് കണ്ടില്ലേ, എവിടെയോ കിടന്നൊരു കുട്ടീൻ്റെ എടുത്തിട്ട് ആൻറ്റി വളർത്തി കണ്ണാക്കി വളർത്തി ഒരു അഡ്രസ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ ആ നന്ദി വരതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗൗതമിനെ കുറ്റം പറയുമ്പോൾ ആൻറ്റിക്ക് പിടിക്കണില്ല കേട്ടോ. അപ്പോൾ ആൻറ്റി ചോദിക്കുന്നുണ്ട്, അല്ല ഗൗതമിനെ കൊല്ലാൻ നോക്കി ആ കൊലപാതകം അയാൾ എങ്ങനെ അവിടെ വന്നേ, നിനക്കറിയായിരുന്നു അയാൾ വരുന്നു? അപ്പോൾ ശിവാനി തപ്പി പിടിക്കുക. ശിവാനി പറയുന്നത് അതെനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അയാൾ എങ്ങനെ വന്നു, അപ്പോൾ അവനെ കൊല്ലാൻ നോക്കിയത് CKC ആണോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ആവില്ല ആൻറ്റി, നിധി തന്നെ ആയിരിക്കും. നിധിയാ, നീ എന്താ ഭ്രാന്ത് പറയണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ ആൻറ്റീനെ കുറ്റാക്കാലോ, അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നണത് എങ്ങനെയാണ് നിധി അറിഞ്ഞിട്ടുണ്ട് ആൻറ്റി അവിടെ മീറ്റ് ചെയ്യാൻ പോണ കാര്യം, അതെങ്ങനെയോ അവൾ മണത്തറിഞ്ഞിട്ടുണ്ട്. ആ അവസരം അവൾ ശരിക്കും മുതലാക്കി. ഇപ്പോൾ കണ്ടില്ലേ ആൻറ്റീൻ്റെ മോനിൽ നിന്ന് പിരിച്ചില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റിയിൽ നിന്നിങ്ങനെ കത്തുണ്ട്. അപ്പോൾ പറയും, ശരി അവൾ അത്ര ക്രിമിനലാണ് അവൾ നിധി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇരുത്തിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നിധീനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ. അവസാനം വസുന്ധരാനി പറയേണ്ടത്, നോക്കിക്കോ എൻ്റെ മോനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, അവളിൽ നിന്ന് എങ്ങനെ അകറ്റിയിട്ടായാലും വേണ്ടില്ല, എൻ്റെ മോൻ ഇവിടെ തിരിച്ചു വന്നിട്ട് അവനെ ഞാൻ വേറെ കല്യാണം കഴിപ്പിക്കുക തന്നെ ചെയ്യും, കണ്ടോ നീ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി എനിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ടത്. എന്നിട്ട് പോയിട്ട് പറയാണ്ട്, പിന്നെ ഞാൻ ഉള്ളിടത്തോളം കാലം അവൻ വരില്ല, ഇതെൻ്റെ ലോകമാണ്, ഇനി അവനെ പുറത്താക്കിയത് ഞാനാണ്, പിന്നെ ഇനി വരില്ല, ഈ സ്വത്തിൻ്റെ മുഴുവൻ അവകാശം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിരിക്കണത് പിന്നെ എന്നും പറഞ്ഞിട്ട് ശിവാനി ഇങ്ങനെ പുച്ഛിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്ത് ഇനിയിപ്പോൾ നമ്മുടെ പാറുമ്മേനെ ആശ്വസിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ശിവാനി നിൽക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ നിധിയും ഗൗതം ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കേണ്ടത് എവിടേക്കാണ് പോണേ എന്ന് ചോദിച്ചിട്ട് നടക്കുന്നുണ്ട്. എവിടേക്കാണെന്നൊരു ലക്ഷ്യബോധം ഇല്ലാണ്ട് രണ്ടുപേരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി പറയുന്നുണ്ട്, ഗൗതം എനിക്ക് വല്ലാതെ ദാഹിക്കണു, ദാഹിക്കുന്നുണ്ടോ, വെള്ളം മേടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗൗതം ഓർമ്മയില്ലാണ്ട് പോക്കറ്റ് തപ്പാണ് കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത്, അവിടെ എല്ലാതും അഴിച്ചു വെച്ചിട്ടല്ലേ പോക്കറ്റിലെ പേഴ്സ് അടക്കം ഫുൾ അവിടെ കാലിലേക്ക് വെച്ചിട്ടാണല്ലോ പോന്നിരിക്കണത്. അങ്ങനെ ശിവാനി പറഞ്ഞപ്പോൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒന്നുമില്ല, 5 പൈസ പോലും ഇല്ല കേട്ടോ ഗൗതമിൻ്റെ കയ്യിൽ. അപ്പോൾ ഗൗതമിന് പെട്ടെന്ന് വിഷമമാണ്, പോക്കറ്റ് തപ്പി പെട്ടെന്ന് അത് ആലോചിച്ച് നിന്നിട്ട് നോക്കിയപ്പോൾ, കാരണം ദാഹിച്ച വെള്ളം പോലും മേടിച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചേച്ചി അപ്പുറത്തൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിക്ക് ഇത് കണ്ടപ്പോൾ നിധിക്കും വിഷമായി. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടെ വെള്ളം കിട്ടുകയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ വെള്ളം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെന്ന് ചിലപ്പോൾ കൂരിട്ട് ഉള്ളിലാണ് കേട്ടോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നിധി കുടിച്ചു, എന്നിട്ട് ഗൗതമനോട് പറയുന്നത് കുറച്ച് കുടിച്ചോളൂ, എന്നിട്ട് ഗൗതമും കുടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൗതം പറയണത് നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട് നിധി കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എവിടേക്ക് പോവാന്ന് പറഞ്ഞാൽ എവിടേക്കാണ് നിധി പോകണതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം എൻ്റെ വീട്ടിലേക്ക് പോവാം, നമുക്ക് കുറച്ച് നാൾ ഗൗതമിൻ്റെ ഈ വിഷമവും ഇതൊക്കെ തീരുന്നവരേക്ക് നമുക്ക് അവിടെ താമസിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാവില്ല, അവിടെ നമ്മുടെ അച്ഛനും അല്ല അമ്മയും അവൻ്റെ എങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്, അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മൾ ചെന്നാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറഞ്ഞു അതെങ്ങനെ ശരിയാവും, അതൊരിക്കലും അങ്ങനെ ശരിയാവാൻ പാടില്ല, താമസിക്കാനായിട്ട് ഒരു മരുമകൻ ഒരിക്കലും അങ്ങനെ ചെല്ലാൻ പാടില്ല, അത് രണ്ടുപേർക്കും ദോഷമേ ചെയ്യുള്ളൂ. പോരാ ഒന്നാമത് തന്നെ നിൻ്റെ അമ്മയും നിഖിലും അവിടെ അമ്മാവൻ്റെ ചിലവിൽ തന്നെ കഴിയണത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അന്ന് മുതലേ അനുഭവിക്കേണ്ടതാ, ചെറുപ്പം മുതൽ. ഇനിയിപ്പോൾ അത് ഞാനും കൂടി അനുഭവിക്കണോ എന്ന് നോക്കിയാൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ ഗൗതം കുറച്ച് നാൾ നമുക്ക് അവിടെ താമസിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത് നിധിയോട്, നിധി നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനെ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല നിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ കുറേ സ്വത്ത് ഒക്കെ ഉണ്ടായിരുന്ന ആളാണല്ലോ, ഇപ്പോൾ എനിക്ക് സ്വത്തുമില്ല ഒന്നുമില്ല, നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയണേ എന്തൊക്കെയാണ് ഗൗതം പറയണേ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറും കൂടിയില്ല, ഗൗതമിൻ്റെ പൈസയോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ ഒന്നുമല്ല, ഒന്നും എനിക്കൊരു വിഷയമല്ല, ഗൗതമിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചിട്ട് ഗൗതം വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് 2 കൈകളുണ്ടല്ലോ 10 വിരലും, അത് വെച്ച് നമ്മൾ ഇവിടുന്ന് തന്നെ എല്ലാം തുടങ്ങും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കയ്യിൽ 10 പൈസ ഇല്ലാണ്ട് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും വലിയ ആൾക്കാരുടെ അവസ്ഥയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു അവസ്ഥ. അതുകൊണ്ട് വിശ്വാസം കൈവെടിയരുത്, വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം നേടിയെടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ ഭാഗ്യമാണ്, നീ ഉള്ളിടത്തോളം കാലം ഞാൻ തോൽക്കില്ല, നീ എനിക്ക് ദൈവം തന്ന വരദാനം തന്നെയാണ് നിധി എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം നിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ശിവാനിയാണെങ്കിൽ ഇനി അടുത്ത ആളെ ആശ്വസിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ പാറുവിനെ നോക്കി നിൽക്കുകയാണ്. പാറു അവിടെ അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പാറു തന്നെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇല്ല എങ്ങനെയും എൻ്റെ ഗൗതം തിരിച്ചു വരും, അതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എനിക്കറിയാം എൻ്റെ മോള് നിധി എന്തെങ്കിലും പറഞ്ഞിട്ടായാലും നിന്നെ തിരിച്ചു കൊണ്ടുവരും, എനിക്കത് ഉറപ്പുണ്ട്, അതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ വട്ടായെന്ന് തോന്നുന്നത് ശിവാനി ഇങ്ങനെ പുച്ഛിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ അവരെ കഷ്ടപ്പെട്ട് ഇവിടുന്ന് പുറത്താക്കിയിട്ടിരിക്കല്ലേ, ഇനി എൻ്റെ കാൽ പിടിച്ചിട്ടാണ് ഇവിടെ അമ്മ ജീവിക്കാൻ പോണതെന്നൊക്കെ എൻ്റെ വലിയ ഗംഭീരിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല, സ്വയം നിന്നിട്ട് ഇങ്ങനെ പ്രവൃത്തിട്ട് നമ്മുടെ പാറുവിനെ നോക്കിയിരിക്കുന്നുണ്ട്. ഗൗതം നിധി എന്തായാലും കുറച്ച് നാൾ പുറത്ത് തന്നെയാണ് താമസിക്കാൻ പോണത്. അപ്പോൾ അവരുടെ അവസ്ഥകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ ബൈ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ.